ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ മറ്റേ വീഡിയോയുടെ ബാക്കിയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. സോ നമ്മൾ 2 വീഡിയോ ഒരുമിച്ച് വരുന്നത്. സോ എന്തായാലും ഇവിടെ 1 മണിക്കൂർ പോകും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം തന്നെ 55 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മുടെ കിരണിൻ്റെ വീട്ടിൽ പോകണം. പിന്നെന്താ കേസ് നമ്മൾ കിരണിൻ്റെ വീട്ടിൽ പോകണം. അയ്യോ, നമ്മുടെ പൈസ എല്ലാം അവനെ അടിച്ചുകൊണ്ട് പോയി, അത് വേറെ കാര്യം. നമുക്ക് പൈസ തരുമെന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ പറ്റിക്കും, അതും വേറെ കാര്യം. ഞാനാണ് ജീവാകാരം എടുക്കാൻ വെച്ച പൈസയാണ് കേസ് അവൻ തൂക്കി. വെയിറ്റ്, വാട്ട് വാസ് ദാറ്റ് കാർ? ഇവിടെ ഏതാണ്ട് ഞാൻ നല്ല അടിപ്പം കാറും ഉണ്ടായിരുന്നല്ലോ. എടാ സൂപ്പറാ, സോയാട്ടോ സൂപ്പറ. നമുക്കെന്തായാലും കേരളിനെ രക്ഷിക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു കാര്യമുള്ളൂ. നമ്മളുണ്ടല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്നാലും ഓക്കെ. നമ്മുടെ കേരളിൻ്റെ വീട് എന്തായാലും എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഒന്ന് ഡ്യൂഡ് ഡ്രൈവിംഗ് യു ഗോണ ബി സോറി. റിച്ച് ഇവിടെ വെറുതെ ഇരിക്കുവാണ്, പാവം. നമ്മളെപ്പോൾ രക്ഷിക്കുന്ന ഓർത്തിരിക്കുകയാണ്. ഹൗ ലോങ് വിൽ ടേക്ക് ഇറ്റ് കിരൺ? റിച്ച്, ഹൗ ലോങ് വിൽ ഐ ഹാവ് ടു ബി ഹിയർ? എത്ര നാൾ വരെ ഞാനിവിടെ കാണും? കമോൺ റിച്ച്. യാ കിരൺ, യാ ഐ ഹാക്ക് ഡേറ്റ്. സോ നമുക്ക് ഈ ഒരു കാര്യം നോട്ടുണ്ടെങ്കിൽ നമ്മൾ റിച്ചായിട്ട് സ്വിച്ച് അടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണം. നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകണം. നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കാണുന്നതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ മുള്ളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചില്ലൊക്കെ തെറിച്ച് പോയി. അവരുടെ ഫൗണ്ടേഷൻ കാണിച്ച് ഇതെന്തുവാണത്? പപ്പടവും. നമ്മളെ അയ്യോ റിച്ചായിട്ട് സ്വിച്ച് അടിക്കണല്ലോ ഇനി. അയ്യോ നമ്മൾ റിച്ചായിട്ട് സ്വിച്ച് അടിച്ചിട്ട് ആ വണ്ടി എടുത്ത് നമ്മൾ എങ്ങോട്ടേലും നമ്മൾ പോകും. എൻ്റെ പ്ലാൻ എന്തായാലും വർക്കായിട്ടുണ്ട്. നമ്മളിനി എങ്ങോട്ട് പോകുന്നതാണ് അറിയാത്ത. ഈ പോലീസുകാരന്മാരെ കൊല്ലാണ്ടൊന്നും അവിടെ എസ്കേപ്പിംഗ് എഴുതി കാണിച്ചാണ് കേസ്. മതി ഇവിടെ ഒരു F1 നടപ്പുണ്ട്. F1 സ്പീഡൊന്നുമില്ല.
എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. നമ്മൾ നേരെ ഇങ്ങനെ പോകണം. അതെ, ഈ കിടക്കുന്ന ആർ സി കാറുണ്ടോ? നമ്മൾ ഈ ആർ സി കാറുണ്ടല്ലോ, ഡ്രൈവ് ചെയ്യണം. പോലീസുകാരന്മാർ വന്നതിന് മുമ്പ് നമ്മളിങ്ങനെ വന്നു. നമുക്ക് ഇവിടെ മറ്റേ കുഴി ഉണ്ടോ, നമുക്ക് കുഴി കയറിയിട്ട് കുറഞ്ഞ നേരം ഇരിക്കാം. എനിക്കതല്ലേ പ്രശ്നം, ഹെലികോപ്റ്റർ ഉണ്ടത് 2 വശത്തു നിന്നാണ്. അതിന് മാത്രം നമ്മുടെ റിച്ച് ഉണ്ടായില്ലേ, ഒരു ബാങ്ക് വെള്ളമായിരിക്കും. അതിനെന്തിനാ എല്ലാവരും പറഞ്ഞ കുഴി കഴിച്ച് ഈ വണ്ടിക്കാണ് കൺട്രോളില്ല. കുഴി എവിടെയാണെന്നാണല്ലോ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇത്തവണയെങ്കിലും നമുക്ക് നമ്മുടെ കുഴിയുണ്ട്. ഇനിയിപ്പോൾ എന്നെ ഞാൻ ഓടിക്കും. നോക്കാതെ വളർക്കണം. പൈസ ഞാൻ എടുത്തേക്കാന്ന്. $555 വന്നിട്ടുണ്ട്. ഓ 5 പക്ഷെ നമ്മുടെ വണ്ടി കാണുന്നില്ല. അപ്പം നമ്മളിനി അങ്ങനെ പുറത്ത് കിടക്കും. എടാ വണ്ടി കാണുന്നില്ലടാ. ഇപ്പോഴാണ് ശരിക്കും നോക്കി. പോടാ ഡ്യൂബറി കൊടുത്തിട്ടൊരു വണ്ടി ഉണ്ടോന്ന് വെച്ചാൽ നമുക്ക് ഈ ആട് കണ്ടിട്ട് ഈ വണ്ടി എടുക്കാം. ഗൈസ്, എനിക്കിപ്പോൾ ഒരു കാര്യം കിട്ടി. സോ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റിച്ചായിട്ട് കൺവേർട്ട് ആയിട്ട് നമ്മളൊരു സംഭവം അടിക്കണം. നെയിം ആൻറ്റിറ്റ്യൂഡ് കാണിച്ചുതരാം. നമ്മളെ കൈ ഇങ്ങനെ കാണാം. നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പോയിട്ട് DODE മനസ്സിലാം. പൊടിയിട്ട് കളയും. സാധാരണ അല്ല ഗൈസ്. ചേച്ചി അല്ല ചേട്ടാ, ഓക്കെ സാധനം കിട്ടി. തെറ്റിപ്പോയി നമ്മളടിച്ചത്. സ്ലാബ്, സൂപ്പർ ഹോട്ട് സ്ലാബ്. ഞാൻ ഗൈസ് കിട്ടിക്കണം. നമ്മുടെ കൈ ഉണ്ടോ ഇനി നമ്മൾ നോക്കിക്കോളാം. അതെ, വണ്ടിയൊക്കെ തീ പിടിച്ചു. എന്തുവാടാ
ഉണ്ടോ? വണ്ടിയൊക്കെ ഒരൊറ്റടി നമ്മൾ തീ പിടിച്ചു. ഡോഡിൻ്റെ ചാർജർ. എടാ പോടാ, എന്നെ കഴിഞ്ഞ വഴി കയറിക്കുന്നേ റോങ് കയറി വന്നേക്കുക. നമുക്ക് നേരെ ചെല്ലാം. എങ്ങോട്ടാണെന്നറിയോ? ആ പോത്തൻ്റെ വീട്ടിലോട്ട്. എസ്കേപ്പ് ആയിട്ടുണ്ട്. നിനക്ക് എന്തിൻ്റെ കേടാ? ഇനി വന്ന പോലീസിന് എല്ലാത്തിനും അടിച്ചിടാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ ജയിക്കും ഉറപ്പാണ്. വരാ പോലീസ്. ആർക്കടാ എന്നെ പിടിക്കണ്ടേ? ഹൂ വാണ്ട് പിടിക്കൽ മീ? എടാ ഉച്ച അവിടെ ഉച്ചക്ക. അയ്യോ അയ്യോ, അങ്ങനെ അടിക്കല്ലേ, ഞാൻ പാവാണേ. നടന്നില്ല കേസ്. ഈ ഹെലികോപ്റ്ററുകളാണ് സഹിക്കാത്ത. അവറ്റുകളാണ് മണ്ടയിൽ നിന്ന് വെടിവെക്കുന്നത്. പോലീസ് കാര്യന്മാരൊന്നുമില്ല. അതെ ഉമ്മാരെയൊക്കെ കൊന്നിട്ടുള്ള പൈസ ഫുള്ള് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ആരായാലേ. കേസ് അവിടെ ഒരു പോലീസിൻ്റെ വണ്ടി ഉണ്ട് കേസ്. നമുക്ക് ഈ സാധനത്തെയാണ് ആദ്യം പിടിക്കൂലോ. ഈ പണ്ടാരങ്ങളിപ്പോൾ എന്നെ പിടിക്കും കേസ്. എടാ ഇവരെന്നാണ് ഇമ്മാരനാണ് ഇങ്ങനെ ഓടുന്നേ? ഇതിനാണോ നറൂട്ടോയോ?
കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകണം ഗൈസ്. പാലും പഴവും കൈകളിലേന്തി. ഇന്നത്തെ വീഡിയോ കുറേ ഭയങ്കര ലോങ് ആണ് ഗൈസ്. ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇന്നത്തെ വീഡിയോ നല്ല ലോങ് ആയിക്കോട്ടെ. ഇവിടെ ഒരു ഫോർമുല F1 കിടപ്പുണ്ട്. F1 ആണോ ഇത്? മറ്റേ ഇത് എലിയുടെ ചുണ്ട് കണക്കുണ്ടല്ലോ. ആ പൂടാ വെച്ചേക്കാം. അങ്ങനെ സുഖം പോയി ചാവണം. ഇനിയൊക്കെ ഞാൻ എന്നാ ചെയ്യാം? ഇത് എവിടെ നിന്നാണ് വെടി വെക്കുന്നത്? ആ പൈസ കിടപ്പുണ്ട്. പൈസ ഒക്കെ കുറേ നഷ്ടപ്പെടുത്തി ഞാൻ. ഈ ഹെലികോപ്റ്ററോടെ എങ്ങനെയായാലും കളാണ്. അതാണ് എനിക്ക് വേണ്ടത്. ഈ സൈറ്റ് എവിടെയാണ്? കൺസ്ട്രക്ഷൻ സൈറ്റ്. ബാക്കിയുള്ളവന്മാരൊന്നും എനിക്ക് കുഴപ്പമില്ല. ഹെലികോപ്റ്റർ വണ്ടാരം പിടിക്കാൻ. അവിടെ വേറൊരുത്തനും ഇല്ല അടിക്കാൻ പറയാം. ഇനി ഹെലികോപ്റ്ററുകളൊന്ന് വിളിച്ചുകൊണ്ട് നോക്കി. ഈ ഹെലികോപ്റ്റർ എനിക്ക് ഹറാമ. അല്ല ഒന്നുമില്ല, സോറി. നാളെ പോടാൻ വെച്ചേക്കാം. നിനക്കൊന്നും തന്നെ അറിയത്തില്ല. ഈ സാധനമൊക്കെ ഒറ്റടിയാൻ തെറിപ്പിക്കും. അയ്യോ, പിന്നെ നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ റോബ്ലോക്സിൽ ഫണ്ടാക്കുമോ. പക്ഷെ എനിക്ക് ഫണ്ടാക്കണുണ്ട് ഗൈസ്. പക്ഷേ പിന്നെ എൻ്റെ അക്കൗണ്ട് അടിച്ച് ആഗ്രഹമില്ലാണ്ടല്ലോ. ഏതാ ഈ രണ്ടീന ഊട്ടോണ കണക്ക് ഓടുന്നവനെ പൊയ്ച്ചാവും. ഓക്കെ ഗൈസ്. അയ്യോ ഇപ്പൊ ചാവും. എൻ്റെ കയ്യിൽ നമുക്ക് എല്ലാവരും ഫേസ് ആകണം. ഇതുമാതിരി സമ്മതിക്കുള്ള ഗൈസ്. അവിടെ ഞാനൊരു ബാങ്ക് വെള്ളം അടിച്ചോളൂടാ. അല്ലാണ്ട് ഞാൻ അത്രയ്ക്ക് പേര് ആരെ കൊന്നിട്ടൊന്നും ഇല്ലടാ. നീ ഇപ്പം ചാവും. നീ ചാവും. അടുത്തവനല്ല. പോയി ചാവടാ. നീ പോയി ചാവടാ. എടാ നമുക്ക് ഒരു വെടിയോടെ കൊണ്ട് നമ്മൾ അപ്പം ചാവുക. നമ്മുടെ HP നോക്ക്. അവിടെ ഒരു പോലീസുകാർ സ്റ്റക്കായിട്ട് എടുപ്പുണ്ട്. സോ പോടാ. അയ്യോ അച്ഛോ. കുറേമാര് പുറകിലുണ്ടല്ലോ. ഞാനാണ് എന്നാ ചെയ്യാനാ? എനിക്ക് അങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. പുറകെ വാ. അടുത്തൊന്നുമില്ല. എല്ലാത്തിനും ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റണം. നമുക്കിനി കിറിലിൻ്റെ വീട്ടിലോട്ട് വരാം.
അവിടെ ഉമ്മാർക്ക് എപ്പോഴും ഇവിടെ നിന്ന് ഡാൻസ് കളിയുള്ള പോടാ. ഓടിയാണൊക്കെ നമുക്ക് നോർത്ത് പോലോട്ട് വിട്ടാലോ? അതായത് വരവും ചലവും ആകെ $200. Escaping Marvel, finish out. Oh, please finish out. Finish out. വേഗം finish out. വേഗം ആയിക്കോട്ടെ. Here guys, it is became closer. Oh guys, എടാ മോനെ ഫിനിഷ് ഉണ്ട്. നമുക്ക് റിച്ചുള്ള വീട്ടിലോട്ട് പോകാം. പോലീസുകാരന്മാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ 1.5 മണിക്കൂറുള്ള വീഡിയോ അതിൻ്റെ പോകാൻ പോവുകയാണ്. സോ ഇനി നാളെ വീഡിയോ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നാളെ മറ്റന്നാളത്തേക്കുള്ള വീഡിയോയുടെ ലെങ്ത്, നാളെ മറ്റന്നാളും ഇല്ല, ഒരു 3-4 ദിവസത്തെ വീഡിയോയുടെ ലെങ്ത്താണ് ഞാനിപ്പോൾ ഒറ്റ വീഡിയോയിൽ തീർത്താണ്. പക്ഷേ നാളെ മാത്രമേ വീഡിയോ വരത്തുള്ളൂ, കാരണം നാളെ ക്ലാസ്സൊക്കെ ഉണ്ട്. സോ നാളത്തേന് വരുന്നതായിരിക്കും. അപ്പോൾ നാളത്തേനത്തെ കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചു. റിച്ചിയുടെ വീട് എന്ന് പറയുന്നത് ഇതാണ്. ഡെസ്റ്റിനേഷൻ റീച്ച്ഡ്. ബ്രോ അത്രേ ഉള്ളൂ. മോനെ ഇനി സിറ്റിയിൽ ഒരു പോലീസ് കൂടിയില്ല. അല്ല, പോലീസൊക്കെ അല്ല വീണ്ടും വരും. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. നമ്മുടെ ജാക്കിനെ നോക്കി, നമ്മുടെ ജാക്ക് കാരണമാണ് ഇപ്പോൾ റിച്ച് പുറത്തിറങ്ങിയത്. ജാക്കില്ലായിരുന്നെങ്കിൽ റിച്ചൊക്കെ ജീവിതകാലം മൊത്തം ഇതിനകത്ത് കിടന്നത്. സേവ് ദ പ്രോഗ്രസ്. ക്ലാപ്പാ എൻ്റെ പൈസ എന്ത്? എൻ്റെ $3000 മേടിച്ചോണ്ട് പോയെ. നമുക്ക് നമ്മുടെ റിച്ചയുടെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഇതാണ് റിച്ചയുടെ വീട്. ഇത് റിച്ചയുടെ കടക്കപ്പായ. റിച്ചയുടെ കക്കൂസ്. അതൊക്കെ ക്ലീനായിട്ട് വെക്കും. ഇത് റിച്ചയുടെ TV റൂം. ഇത് റിച്ചയുടെ കുക്കിംഗ് റൂം. ഇവിടെ നിന്നാണ് റിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത്. കാരണം നമ്മുടെ ഫുഡിൻ്റെ ഇത് കൂടെ ഇത്ര നാളായിട്ട് ഫുഡ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ഇതിനകത്ത് വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഴിക്കണം. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കില്ലേ. സോ നമ്മൾ 1.5 മണിക്കൂർ കളിച്ചിട്ടുള്ള വീഡിയോ ആണ്. സോ അതൊക്കെ നിങ്ങളെ കാണിച്ചതാണ്. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.